Dear students, welcome to another class of income tax. Today we are going to discuss continuation of the topic capital gains exempt from tax. So the next situation which is exempt from the capital gain is compulsory acquisition of land and building of industrial undertakings. അപ്പോൾ അടുത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് സിറ്റുവേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് റെസിഡൻഷ്യൽ ഹൗസിന്റെ കാര്യമായിരുന്നു. സെക്കൻഡ് സിറ്റുവേഷൻ വന്നത് അഗ്രികൾച്ചറൽ ലാൻഡ് ആയിരുന്നു. തേർഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് കമ്പൽസറി അക്വിസിഷൻ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഓഫ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്സ് ആണ്. ഇതിൽ നോക്കാം നമുക്ക് കണ്ടീഷൻസും അതുപോലെ തന്നെ എക്സംപ്റ്റഡ് എമൗണ്ട് എത്രയാണ് എന്നുള്ള കാര്യമൊക്കെയാണ് നോക്കേണ്ടത്. സോ the exemption under the section is available to all categories of taxpayer. മുൻപ് നമ്മൾ പറഞ്ഞതെല്ലാം HUF അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന് മാത്രമായിരുന്നു. പക്ഷേ ഈ ഒരു എക്സംഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അവൈലബിൾ ടു ഓൾ കാറ്റഗറീസ് ഓഫ് ടാക്സ്പെയർ. HUFന്, ഇൻഡിവിജ്വൽസിന്, ഫേം, കമ്പനി എല്ലാവർക്കും ലഭിക്കുന്ന ഒരു എക്സംഷൻ ആണ് 54D എന്ന് പറയുന്ന എക്സംഷൻ. ഓക്കെ, ഈ ഒരു എക്സംഷൻ ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന ചില കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തിരിക്കണം. അത് HUF ആണെങ്കിൽ അവർ, അല്ലെങ്കിൽ കമ്പനി ആരാണോ SSC, അവർ ഇനി പറയുന്ന കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തിരിക്കണം. സോ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ദ അസറ്റ് ട്രാൻസ്ഫേർഡ് ഈസ് ലാൻഡ് ഓർ ബിൽഡിംഗ് ഓർ എനി റൈറ്റ് ഇൻ ലാൻഡ് ഓർ ബിൽഡിംഗ് വിച്ച് ഈസ് ഫോംഡ് പാർട്ട് ഓഫ് എ ന്യൂ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ബിലോങ്ങിങ് ടു ദ ടാക്സ്പെയർ. ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്താ? ലാൻഡ് ഓർ ബിൽഡിംഗ് അല്ലെ, ഒന്നുകിൽ ലാൻഡ് അല്ലെങ്കിൽ ബിൽഡിംഗ്, അതല്ലെങ്കിലോ ഇനി റൈറ്റ് ഇൻ ലാൻഡ് ഓർ ബിൽഡിംഗ് എന്ന് പറയുന്നത് ആ ഒരു ലാൻഡ് അല്ലെങ്കിൽ ആ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ആ ടാക്സ്പെയറുടെ ന്യൂ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങുമായി അല്ലെ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു ലാൻഡ് ആണ് ഇവിടെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ദാറ്റ് അസറ്റ് ഈസ് എ ലാൻഡ് ഓർ ബിൽഡിംഗ് ഓഫ് ദ ടാക്സ്പെയർ that which is form part of the new industrial undertaking. അയാളുടെ ഒരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ഒരു ലാൻഡ് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ്, അതാണ് അവിടെ ക്യാപിറ്റൽ അസറ്റ്, ട്രാൻസ്ഫർ ചെയ്യുന്ന ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ, the asset is transferred by way of compulsory acquisition under any law. ഏതെങ്കിലും ഒരു നിയമത്തിന്റെ ഭാഗമായിട്ട് അക്വയർ ചെയ്യുന്നതായിരിക്കണം ആ അസറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ട്രാൻസ്ഫേർഡ്. ആ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? കമ്പൽസറി അക്വിസിഷൻ ആണ് അല്ലെ, ഏതെങ്കിലും ഒരു ആ സമയത്ത് നിലനിൽക്കുന്ന ഒരു നിയമത്തിന്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു നിർബന്ധപൂർവമായിട്ടുള്ള ഒരു അക്വിസിഷൻ ആണ് അവിടെ നടന്നിട്ടുള്ളത്. ആ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഇൻ ദ ഫോം ഓഫ് കമ്പൽസറി അക്വിസിഷൻ. ഓക്കെ, the next പറയുന്ന പോയിന്റ് എന്താ? The assessee should have been using such a land and building for the purpose of industrial undertaking for a period of at least 2 years at the time of acquisition. അത് അക്വയർ ചെയ്യുന്ന സമയത്ത് അല്ലെ അറ്റ്ലീസ്റ്റ് 2 year എന്നാ പറയുന്നത്. ഒരു ചുരുങ്ങിയത് എന്ത് ചെയ്യണം? ഒരു 2 വർഷമെങ്കിലും ആ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറയുന്നത് അയാളുടെ ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കണം. അസസി എന്ത് ചെയ്തിരിക്കണം? ആ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അയാളുടെ ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചിരിക്കണം. അത് 2 വർഷമെങ്കിലും അയാൾ അത് അക്വയർ ചെയ്യുന്ന സമയത്ത് 2 വർഷമെങ്കിലും ആ ഒരു അസറ്റ് ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കണം എന്നാണ് പറയുന്നത് മൂന്നാമത്തെ കണ്ടീഷനിൽ. ദെൻ ഫോർത്ത് കണ്ടീഷനിൽ പറയുന്നത് അസസി ഷുഡ് പർച്ചേസ് എനി അതർ ലാൻഡ് ഓർ ബിൽഡിംഗ് വിത്തിൻ എ പീരിയഡ് ഓഫ് 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് കോമ്പൻസേഷൻ ഓർ കൺസ്ട്രക്റ്റഡ് എ ബിൽഡിംഗ് വിത്തിൻ സച്ച് എ പീരിയഡ്. അപ്പൊ ഇനി അത് കമ്പൽസറി അക്വിസിഷൻ ആണ് ആ പ്രോപ്പർട്ടിയുടെ. അപ്പൊ എന്ത് ചെയ്യണം? ഈ അസസി അയാൾ പുതിയൊരു ലാൻഡ് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് വാങ്ങിയിരിക്കണം വിത്തിൻ എ പീരിയഡ് ഓഫ് 3 years എന്നാണ് പറയുന്നത്. ആ കോമ്പൻസേഷൻ കിട്ടിക്കഴിഞ്ഞ് 3 വർഷത്തിന്റെ ഉള്ളിൽ പുതിയൊരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു ലാൻഡ് അയാൾ വാങ്ങിച്ചിരിക്കണം, അതല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കണം. ഓക്കെ, ഒന്നുകിൽ വാങ്ങിക്കാം അതല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം അവിടെ നടന്നിരിക്കണം. ഓക്കെ, അപ്പം 54D പറയുന്നത് കമ്പൽസറി അക്വിസിഷൻ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഓഫ് ആൻ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്. ഒരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗിന്റെ ലാൻഡ് അല്ലെങ്കിൽ ബിൽഡിംഗ് അത് നിർബന്ധപൂർവ്വം ഏറ്റെടുക്കുകയാണ്. അപ്പൊ അവിടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അല്ലെ, എല്ലാ ടാക്സ് പെയറിനും എക്സംഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കും. എക്സംഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ 4 കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു. ഇതൊരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗിന്റെ ഭാഗമായിരിക്കണം. അത്തരത്തിലുള്ള ഒരു അസറ്റ് അല്ലെങ്കിൽ അസറ്റ് എന്ന് പറയുന്നത് ലാൻഡ് ഓർ ബിൽഡിംഗ് ആണ് അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് കമ്പൽസറി അക്വയർ ചെയ്തതായിരിക്കണം ആ ഒരു അസറ്റ്. ഇനി ഈ ഒരു അസറ്റ് എന്ത് ചെയ്തിരിക്കണം? അയാളുടെ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗിന്റെ ഭാഗമായി ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി അയാൾ ഉപയോഗിച്ചിരിക്കണം അറ്റ്ലീസ്റ്റ് 2 years എങ്കിലും. ദെൻ ഇങ്ങനെ ഒരു അസറ്റ് അക്വയർ ചെയ്തു, അതിനുശേഷം അവിടെ നിന്ന് കോമ്പൻസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ 2 വർഷത്തിന്റെ ഉള്ളിൽ അയാൾ ഒന്നുകിൽ ഒരു ലാൻഡ് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് വാങ്ങിയിരിക്കണം, അതല്ലെങ്കിൽ ആ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തിരിക്കണം.
ഓക്കെ, ഇത്രയാണ് അവിടെ കണ്ടീഷൻസ് പറയുന്നത്. ദെൻ ഇനി പറയുന്നത് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇഫ് ദ ന്യൂ അസറ്റ് ഈസ് നോട്ട് അക്വയർഡ്, പുതിയ ഒരു അസറ്റ് അവിടെ അക്വയർ ചെയ്തിട്ടില്ല എങ്കിൽ അൺയൂട്ടിലൈസ്ഡ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ഇറ്റ് മസ്റ്റ് ബി ഡെപ്പോസിറ്റഡ് ഇൻ എ ക്യാപിറ്റൽ ഗെയിൻ ഡെപ്പോസിറ്റ് അക്കൗണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ഇവിടെ ഒരു പുതിയ അസറ്റ് എന്ത് ചെയ്യുന്നില്ല, അക്വയർ ചെയ്യുന്നില്ല. ആ റിട്ടേൺ ഫയൽ, നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫർണിഷ് ചെയ്യുന്നത് ആ ഡ്യൂ ഡേറ്റിന്റെ ഉള്ളിലായിട്ട് അയാൾ അത് ചെയ്യുന്നില്ല എങ്കിൽ ദെൻ അൺയൂട്ടിലൈസ്ഡ് എമൗണ്ട്, അവിടെ എത്രയാണോ അൺയൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള എമൗണ്ട്, ഇറ്റ് ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ എ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം. ആ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിലേക്ക് ആ അൺയൂട്ടിലൈസ്ഡ് പോർഷൻ എത്രയാണോ അത് അവിടേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം. പുതിയൊരു അസറ്റ് ആ പെർട്ടിക്കുലർ ടൈം പീരിയഡിന്റെ ഉള്ളിൽ അക്വയർ ചെയ്തിട്ടില്ല എങ്കിൽ. Then the cost of acquisition of new asset is reduced by the exemption granted from the long-term capital gain for a period of 3 years from its date of acquisition. പുതിയ ആ ഒരു അസറ്റ് വാങ്ങുന്ന അല്ലെ, എന്ന് മുതലാണോ അത് വാങ്ങുന്നത് ആ ഡേറ്റ് മുതൽ 3 വർഷത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമുക്ക് എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, പുതിയ അസറ്റിന് വാങ്ങാൻ എത്രയാണോ വന്നിട്ടുള്ളത് അത് നമുക്ക് ക്യാപിറ്റൽ ഗെയിനിൽ നിന്നും എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം ആസ് പെർ 54D. ഓക്കെ, ഇനി ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഇതിലുള്ള ലാൻഡിന്റെ ഒരു പെർട്ടിക്കുലർ കേസ് ആണ് പറയുന്നത്. സോ ദ ആക്ച്വൽ കൺസിഡറേഷൻ ഓഫ് എ ലാൻഡ് ഇൻ 2002-3 ഈസ് 1,76,000. The land was compulsorily acquired and the full value of consideration decided by the government was 15 lakhs in the financial year 2019-20. But actual amount received in 2019-20 is only 7,15,000. Compute the taxable capital gain. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ലാൻഡ് എന്ത് ചെയ്യാണ്, ഗവൺമെന്റ് നിർബന്ധപൂർവ്വം ഏറ്റെടുക്കുകയാണ്. ആ സമയത്ത് ഗവൺമെന്റ് അതിന്റെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ഡിസൈഡ് ചെയ്തത് 15 lakhs ആണ്. അത് അക്വയർ ചെയ്യുന്ന സമയത്ത് 2003 1,76,000 രൂപയായിരുന്നു അതിന്റെ ആക്ച്വൽ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ദെൻ പക്ഷേ ഗവൺമെന്റ് 15 lakhs ഒക്കെ ഡിസൈഡ് ചെയ്തെങ്കിൽ പോലും ഇതിന് ആക്ച്വൽ എമൗണ്ട് റിസീവ് ചെയ്തത് 2019-20 7,10,000 രൂപ മാത്രമാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എടുക്കണം. ഇവിടെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് നമുക്ക് 15 lakhs എടുക്കാൻ പറ്റില്ല. കാരണം 15 lakhs ഗവൺമെന്റ് ഡിസൈഡ് ചെയ്തെങ്കിൽ പോലും ഇവിടെ ആക്ച്വലി എത്ര കിട്ടിയിട്ടുള്ളൂ, 7,15,000 കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ എടുക്കാവുന്ന ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് 7,15,000 ആണ്. ഇത് നമ്മൾ എന്ത് ചെയ്യണം, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കാണണം. അപ്പൊ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കാണുമ്പോൾ നമ്മൾ ഇൻഡെക്സേഷൻ ചെയ്യണ്ടേ. ഇൻഡെക്സേഷൻ ചെയ്യുന്നത് എങ്ങനെയാ, ഇതിന്റെ അക്വിസിഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 1,76,000 ആണ്. അപ്പൊ നമ്മൾ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് കാണണം. 2003 അതിന്റെ കോസ്റ്റ് ഇൻഫ്ലേഷൻ 105 ആണ്. അതുപോലെ തന്നെ ഈ ഒരു 19-20 289. അത് ഇൻഡെക്സ് ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും, 4,84,490. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എടുത്തു, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻഡെക്സ് ചെയ്തു. ഇനി ഇത് ഫുള്ളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം എത്രയുള്ളൂ, അതിന്റെ ഒരു പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് മാത്രമേ നമുക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. കാരണം നമുക്ക് കോമ്പൻസേഷൻ ആയിട്ട് കുറച്ച് എമൗണ്ടേ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷനും മൈനസ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ എത്രയായിരുന്നു ഇവിടെ നമുക്ക് കിട്ടിയ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് 4,84,419 ആണ്. അതിന്റെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് നമ്മൾ ആക്ച്വലി കിട്ടിയ എമൗണ്ടിനനുസരിച്ച് അതിന്റെ പ്രൊപ്പോർഷൻ കാണുകയാണ്. 7,15,000 ഡിവൈഡഡ് ബൈ 15 lakhs. സോ അപ്പൊ ഇതിന്റെ 4 lakhന്റെ ഒരു പ്രൊപ്പോർഷനേറ്റ് വാല്യൂ എന്ന് പറയുന്നത് 2,30,906 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അത് അവിടെ നിന്ന് മൈനസ് ചെയ്തു. ദെൻ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 4,84,094. ഓക്കെ, ഇതാണ് ഇവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇനി നെക്സ്റ്റ് സിറ്റുവേഷൻ, ഈ ഒരു സിറ്റുവേഷൻ ഇതേപോലെ തന്നെയാണ്. ദെൻ അടുത്ത് വരുന്നത് 54EC എന്ന് പറയുന്ന എക്സംഷൻ ആണ്. 54ECയിൽ പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ അറൈസിംഗ് ഫ്രം ദി ട്രാൻസ്ഫർ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ഇൻവെസ്റ്റഡ് ഇൻ ലോങ് ടേം സ്പെസിഫൈഡ് അസറ്റ്. ഇവിടുത്തെ സിറ്റുവേഷൻ എന്താ, ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് നമ്മൾ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, സ്പെസിഫൈഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഒരു ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഗെയിന് നമ്മൾ എന്ത് ചെയ്തു, ഒരു ലോങ് ടേം സ്പെസിഫൈഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഏതൊക്കെയാണ് സ്പെസിഫൈഡ് അസറ്റ്. ഓക്കെ, അതിൽ എന്തൊക്കെയാണ് കണ്ടീഷൻസ് നോക്കാം നമുക്ക്. So in this case also, this exemption is available to all categories of taxpayer. എല്ലാ ടാക്സ് പേയേഴ്സിനും ഈ ഒരു എക്സംഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും.
ഇനി ഇതിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാ? അപ്പൊ ഇവിടെ പറയുന്ന കണ്ടീഷൻസ്, ഒന്നാമത്തെ കണ്ടീഷനിൽ എന്താ പറയുന്നത്? ദി അസസി ഷുഡ് ട്രാൻസ്ഫർ എ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. ആ പ്രീവിയസ് ഇയറിൽ ഒരു ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? ദി അസസി ഷുഡ് ഇൻവെസ്റ്റ് ദ ഹോൾ ഓർ പാർട്ട് ഓഫ് ദ ക്യാപിറ്റൽ ഗെയിൻ ഇൻ ലോങ് ടേം സ്പെസിഫൈഡ് അസറ്റ്. ആ തുക മുഴുവനായോ ഭാഗികമായോ സ്പെസിഫൈഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതിന് ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? ഇൻവെസ്റ്റ്മെന്റ് ഈസ് ടു ബി മെയ്ഡ് വിത്തിൻ 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ദി ഒറിജിനൽ ക്യാപിറ്റൽ അസറ്റ്. നമ്മൾ ആ ഒറിജിനൽ ക്യാപിറ്റൽ അസറ്റ് എന്നാണോ ട്രാൻസ്ഫർ ചെയ്തത് അന്ന് മുതൽ 6 മാസത്തിന്റെ ഉള്ളിൽ നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. അപ്പൊ ഇതാണ് കണ്ടീഷൻ. അപ്പൊ 54 ഈസി ലഭിക്കുന്നത് ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ സ്പെസിഫൈഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ്. ഇത് എല്ലാ കാറ്റഗറീസ് ഓഫ് ടാക്സ് പേയേഴ്സിനും ലഭിക്കും. ആ പ്രീവിയസ് ഇയറിൽ നമ്മളൊരു ട്രാൻസ്ഫർ നടന്നിരിക്കണം. ആ ട്രാൻസ്ഫർ ചെയ്ത തുക മുഴുവനായോ ഭാഗികമായോ നമ്മൾ സ്പെസിഫൈഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. ആ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ നടന്ന് എത്ര മാസത്തിന്റെ ഉള്ളിലാ? 6 മാസത്തിന്റെ ഉള്ളിൽ നമ്മൾ ചെയ്തിരിക്കണം. ഓക്കെ. ദെൻ അടുത്ത് പറയുന്നത് എന്താ? മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് ആണ്. മാക്സിമം നമുക്ക് എത്ര തുക അവിടെ ഇൻവെസ്റ്റ് ചെയ്യാം? ആ ഒരു സ്പെസിഫൈഡ് അസറ്റിൽ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാവുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 50 lakhs ആണ്. ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 50 lakhs rupees. ഒരിക്കലും 50 ലക്ഷത്തിൽ കൂടാൻ പാടില്ല ആ ഇൻവെസ്റ്റ്മെന്റ്. ഇനി അതുപോലെ തന്നെ സ്പെസിഫൈഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരാം? എനി ബോണ്ട് റിഡീമബിൾ ആഫ്റ്റർ 5 years issued on or after 1/4/2018. ഇഷ്യൂഡ് ബൈ ആരൊക്കെ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളെ നമ്മൾ സ്പെസിഫൈഡ് അസറ്റ് എന്ന് പറയുന്നത്? ഒന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്, or any other bond notified by the central government. സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്യുന്ന മറ്റു ബോണ്ടുകൾ, അല്ലെങ്കിൽ NHAIO അല്ലെങ്കിൽ RECLO ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകൾ. ആ ബോണ്ടിന്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഷാൽ ബി റിഡീംഡ് ആഫ്റ്റർ 5 years. ഇഷ്യൂ ഓൺ ഓർ ആഫ്റ്റർ 1/4/2018. 1/4/2018 അതിനുശേഷമോ ഇഷ്യൂ ചെയ്യുന്ന 5 വർഷത്തിന് ശേഷം റിഡീം ചെയ്യുന്ന ഇവർ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളായിരിക്കും നമ്മൾ, ആ ബോണ്ടിലായിരിക്കണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി മറ്റൊരു കാര്യം പറയുന്നത്, ദ ബോണ്ട് ഷുഡ് നോട്ട് ബി ട്രാൻസ്ഫേർഡ് ഓർ കൺവേർട്ടഡ് ഇൻ ടു മണി ഫോർ എ പീരിയഡ് ഓഫ് 5 years ഫ്രം ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ. നമ്മൾ ഇങ്ങനെ ഇപ്പൊ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്ന ഒരു ബോണ്ട് ഞാൻ വാങ്ങിച്ചു. ആ ബോണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് പണമായിട്ട് കൺവേർട്ട് ചെയ്യാനോ ട്രാൻസ്ഫർ ചെയ്യാനോ പാടില്ല. ഞാൻ അക്വയർ ചെയ്ത ഡേറ്റ് മുതൽ ഒരു 5 വർഷത്തേക്ക് എനിക്കത് കൈമാറ്റം ചെയ്യാൻ പാടില്ല. അത് പണമായിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റില്ല. എക്സംഷൻ ക്ലെയിം ചെയ്യണമെങ്കിലാണ് പറയുന്നത് കേട്ടോ. ദെൻ ഇൻ കേസ് ദ ബോണ്ട് ആർ ട്രാൻസ്ഫേർഡ് വിത്തിൻ 5 years ഫ്രം ദ ഡേറ്റ് ഓഫ് ദെയർ അക്വിസിഷൻ. അപ്പൊ അക്വയർ ചെയ്യുന്ന ഡേറ്റ് മുതൽ 5 വർഷത്തിന്റെ ഉള്ളിൽ എനിക്ക് അത്യാവശ്യം വന്നു, ഞാനത് ട്രാൻസ്ഫർ ചെയ്തു, മറ്റൊരാൾക്ക് അത് സെയിൽ ചെയ്തു. ദെൻ എക്സംഷൻ അലൗഡ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ഏർലിയർ ഇറ്റ് വുഡ് ബി ടാക്സബിൾ ഇൻ ദ ഇയർ ഓഫ് സച്ച് ട്രാൻസ്ഫർ ആസ് ക്യാപിറ്റൽ ഗെയിൻസ്. ഓക്കെ. അപ്പൊ അത്തരത്തിൽ കിട്ടിയ നമുക്ക് എന്തായിട്ട് അവിടെ ട്രീറ്റ് ചെയ്യും? അത് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ആ ഒരു പീരീഡിന്റെ ഉള്ളിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല എന്നാണ് കണ്ടീഷൻ. പക്ഷേ നമ്മൾ അത് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെയെങ്കിൽ നമുക്ക് കിട്ടിയ എക്സംപ്ഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല? ആ എക്സംപ്ഷന് നമ്മൾ ടാക്സ് ലയബിലിറ്റി വരും. ഓക്കെ. അതാണ് ഇതിൽ പറയുന്ന കണ്ടീഷൻ. അപ്പം നമ്മൾ മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 50 lakhs ആണ്. അതിന് ലോങ് ടേം സ്പെസിഫൈഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അത് ഇത്ര പീരീഡിന്റെ ഉള്ളിൽ ട്രാൻസ്ഫർ ചെയ്യാനോ അല്ലെങ്കിൽ പണമായിട്ട് കൺവേർട്ട് ചെയ്യാനോ പാടില്ല. പക്ഷേ നമ്മളത് കൺവേർട്ട് ചെയ്താൽ നമ്മൾ എടുത്ത എക്സംപ്ഷൻ, നമുക്ക് ആ എക്സംപ്ഷൻ ഇനെലിജിബിൾ ആയി പോകും. നമ്മൾ അതിന് ടാക്സ് അടക്കേണ്ടി വരും. ഓക്കെ, ക്ലിയർ? ഡിസ്കസ് ചെയ്തത് നമ്മൾ എന്തൊക്കെയായിരുന്നു? 54D ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ 54EC പറഞ്ഞു. 54D എന്ന് പറയുന്നത് എന്തായിരുന്നു? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അല്ലെ, ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗിന്റെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഗവൺമെന്റ് നിർബന്ധപൂർവ്വം ഏറ്റെടുക്കുകയാണെങ്കിൽ അവിടെ എങ്ങനെയാണ് എക്സംപ്ഷൻ കിട്ടുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ കണ്ടീഷനും അതിന് എമൗണ്ടും എങ്ങനെയാ വരുന്നതെന്ന് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ അടുത്തതായിട്ട് ECയിൽ നമ്മൾ പറഞ്ഞത് ക്യാപിറ്റൽ അസറ്റിനെ നമ്മളൊരു ലോങ് ടേം സ്പെസിഫൈഡ് അസറ്റിൽ നിക്ഷേപിക്കുമ്പോഴാണ് അതിന്റെ കണ്ടീഷനും ഏതൊക്കെയാണ് സ്പെസിഫൈഡ് അസറ്റും എന്നും അത് എത്ര സമയത്തിന്റെ ഉള്ളിലാണ് ചെയ്യാൻ പാടില്ലാത്തത്, നമ്മളവിടെ ഇൻവെസ്റ്റ് അത് ട്രാൻസ്ഫർ ചെയ്താൽ നമുക്ക് ടാക്സ് ലയബിലിറ്റി വരും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. Okay.